ഇന്ന് എന്തും സംഭവിക്കാം. ഡൽഹിയിലേക്ക് കാതോർത്ത് രാജ്യം. ഇന്ന് ജൂൺ 6-ാം തീയതിയാണ്. ഇന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ഡൽഹി ജന്തർ മന്ദറിൽ അരങ്ങേറുക. അതിനു മുൻപായി ഈ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ ഇന്ന് രാവിലെ 8 മണിക്ക് ഡൽഹി വിമാനത്താവളത്തിലെത്തും. അദ്ദേഹം 3 ദിവസം മുൻപ് പറഞ്ഞ ഒരു കാര്യം, എക്സിലൂടെ അറിയിച്ചൊരു കാര്യം, വിമാനത്താവളത്തിലെത്തുമ്പോൾ നിങ്ങൾ പ്രവർത്തകർ സ്വീകരിക്കാനായി വിമാനത്താവളത്തിലേക്ക് എത്തണമെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ വലിയ ഒരു ആൾക്കൂട്ടം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അഭിജിത്ത് ദീപ്കെ വരുമ്പോൾ, ഈ പ്രതിഷേധക്കാർ വരുമ്പോൾ എന്തെല്ലാം നടപടികളാണ് എടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഇന്നലെ ഡൽഹി പോലീസിന്റെ ഉന്നതതല യോഗം ചേർന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടക്കമുള്ള ഉള്ളടക്കം പരിശോധിച്ചുകൊണ്ടാണ് ആ യോഗം നടന്നത്. എന്തെല്ലാം മുൻകരുതൽ എടുക്കണം, എന്തെല്ലാം തരത്തിലെ പ്രതിഷേധങ്ങളാണ് ഉണ്ടാവുക, കൈവിട്ടു പോയി കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഡൽഹി പോലീസിന്റെ ഉന്നത നേതൃത്വം ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഡൽഹിയിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ CJPക്ക് അവരുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഏതാണ്ട് 3 കോടി പേരാണ് അംഗത്വം എടുത്തിട്ടുള്ളത്. ഈ 3 കോടി പേർ അവിടെ വരുമോ, അതോ ഈ പറയുന്നത് പോലെ അവരുടെ ശക്തി ഈ ഡിജിറ്റൽ രംഗത്ത് മാത്രമാണോ എന്നുള്ളത് നാളെ അറിയാൻ പറ്റും. നേരിട്ട് ഭൗതികമായി ശാരീരികമായി അവിടെ എത്ര പേരെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല എന്നുള്ളതാണ്. ഇന്നലെ അഭിജിത്ത് ദീപ്കെ തൻ്റെ എക്സ് അക്കൗണ്ടിൽ കൂടി ഒരു മാർഗനിർദ്ദേശ രേഖ സമർപ്പിച്ചു. പ്രതിഷേധക്കാർ എങ്ങനെയൊക്കെ പെരുമാറണം, എന്തെല്ലാമാണ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരു പെരുമാറ്റ ചട്ടമാണ് അദ്ദേഹം ഇന്നലെ എക്സിലൂടെ പങ്കുവച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായി വിമാനത്താവളത്തിലേക്ക് ആരും വരേണ്ടതില്ല, എന്നെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിലേക്ക് ആരും വരേണ്ടതില്ല. ആദ്യം പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല അഭിജിത്ത്, വിമാനത്താവളത്തിലേക്ക് എല്ലാവരും വരണമെന്നാണ്. ഇപ്പോൾ അദ്ദേഹം അത് തിരുത്തിയിരിക്കുന്നു. ആരും വിമാനത്താവളത്തിൽ വന്ന് കൂട്ടം കൂടി ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പെരുമാറ്റച്ചട്ടം. രണ്ടാമത്, മാതൃകാ പൗരന്മാരായി പ്രവർത്തിക്കണം. ഭരണഘടന അനുസരിക്കുന്ന ഇന്ത്യൻ പൗരന്മാരായി നമ്മൾ രാജ്യത്തോട് പ്രതിബദ്ധത കാണിച്ചുകൊണ്ട് സമാധാനപരമായിരിക്കണം പ്രതിഷേധമെന്നാണ് നമ്മുടെ ഇടപെടൽ. അത്തരത്തിലുള്ള ഇടപെടലായിരിക്കണം. മാതൃകാ പൗരന്മാരായി നമ്മൾ ഇടപെടുന്നത് രാജ്യം കാണണമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നത്. മൂന്നാമതായി പറയുന്നത്, പോലീസുമായി സഹകരിക്കണം എന്നുള്ളതാണ്. നമ്മളെ ആക്രമിക്കാൻ അഥവാ പോലീസുകാർ വന്നാൽ ഓരോ പൂക്കൾ കയ്യിൽ വെക്കണം. ആ പൂക്കൾ ഈ നമ്മളെ ആക്രമിക്കാൻ വരുന്ന പോലീസുകാർക്ക് സമ്മാനിക്കണമെന്നാണ് അദ്ദേഹം മൂന്നാമതായി പറയുന്ന ഈ പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്നത്. മറ്റൊന്ന്, ഗ്രൂപ്പുകളായി വരണം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരരുത്, ഗ്രൂപ്പുകളായി, സംഘടിതമായിട്ടുള്ള ഗ്രൂപ്പുകളായി, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി ജന്തർ മന്ദറിലേക്ക് വരണമെന്നുള്ളതാണ്. മറ്റൊന്ന്, ഭക്ഷണം കഴിച്ചതിന് ശേഷം വരണം. ഭക്ഷണപ്പൊതിയുമായി വന്നാൽ ആ സമര രംഗത്താകെ അലങ്കോലമാകും. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വരണം. അതേപോലെ തന്നെ ഓരോ മൂവ്മെന്റും, അവിടുത്തെ ആ പ്രതിഷേധക്കാരുടെ ഓരോ മൂവ്മെന്റും പരസ്പരം മൊബൈലിലോ ക്യാമറയിലോ പകർത്തേണ്ടതുണ്ട്. കാരണം ഭാവിയിൽ പോലീസുകാരെ ആക്രമിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളുടെ പേരിലോ കള്ളക്കേസിൽ നമ്മളെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ പ്രതിഷേധം മൊബൈലിൽ പകർത്തണമെന്നാണ് അഭിജിത്ത് ഇന്ന് എക്സിൽ കുറിച്ചത്. അത്തരത്തിലൊരു പെരുമാറ്റച്ചട്ടമാണ് അദ്ദേഹം ഇന്നലെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിനു മുൻപായി CJPയുടെ വക്താവായിട്ടുള്ള സൗരവ് ദാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, സമാധാനപരമായിട്ടായിരിക്കും ഞങ്ങളുടെ പ്രതിഷേധം, അഥവാ അഭിജിത്തിനെ അറസ്റ്റ് ചെയ്താൽ പ്രതിഷേധത്തിന്റെ ശക്തി കൂടുമെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുക എന്നുള്ളതല്ല, നമ്മൾ വോട്ട് കുത്തുന്ന ഒരു യന്ത്രമായി മാറുക എന്നുള്ളതല്ല ഇന്ത്യൻ പൗരന്റെ കടമ. മറിച്ച് ഈ 5 വർഷവും തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ട് നമ്മുടെ മന്ത്രിമാരെയും നമ്മുടെ ഭരണകൂടത്തെയും തിരുത്താനുള്ള അവകാശം നമുക്കുണ്ട്. അത്തരത്തിലുള്ള ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി മാറണമെന്നാണ് സൗരവ് ദാസ് എന്ന് പറയുന്ന CJPയുടെ വക്താവ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നമുക്കറിയാമല്ലോ ഈ പാർട്ടി രൂപീകരിക്കാനുള്ള കാരണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത ജനങ്ങളെ
പാറ്റകളോടാണ് ഉപമിച്ചത്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു പാർട്ടി അഭിജിത് ദീപ്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം അമേരിക്കയിലാണ്. അമേരിക്കയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അമേരിക്കയിൽ നിന്ന് നാളെ രാവിലെ 8 മണിക്ക് ഡൽഹിയിൽ വരും. അതിനുശേഷം അദ്ദേഹത്തെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ പ്രതിഷേധത്തിന്റെ സ്വഭാവം ഒരുപക്ഷെ മാറിയെന്നിരിക്കും. ഇനി അഥവാ ജന്തർ മന്ദറിൽ ഒത്തുകൂടിക്കഴിഞ്ഞാൽ ആ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് എന്തെങ്കിലും നടപടികൾ എടുത്തു കഴിഞ്ഞാൽ അതും ഒരുപക്ഷെ കൈവിട്ട കളിയായി മാറിയെന്നിരിക്കാം. എന്ത് തന്നെയായാലും 3 കോടി ജനങ്ങളാണ് ഈ പാർട്ടിയുടെ കീഴിൽ അണിനിരന്നിരിക്കുന്നത്. ഡിജിറ്റൽ രംഗത്ത് അണിനിരന്നിരിക്കുന്ന മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എത്ര പേർ 3 കോടി പേരുണ്ടെന്നാണ് പറയുന്നത്. ഈ 3 കോടി പേരിലെ എത്ര പേർ ഡൽഹിയിലേക്ക് എത്തിച്ചേരും എന്നതിനെ സംബന്ധിച്ച് പോലീസ് ഇന്നലെ ഗൗരവമായി തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അടക്കമുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചുകൊണ്ട് വിലയിരുത്തുകയുണ്ടായി. ഇന്നലെ രാത്രിയിൽ തന്നെ പോലീസിന്റെ വിന്യാസം ഡൽഹിയിലാകെ തന്നെ ഉണ്ടായിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ പ്രതിഷേധം നടത്തുമെന്നാണ് CJP അറിയിച്ചിരിക്കുന്നത്. നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾക്ക് അനീതിയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കും വരെ ഈ സമരം തുടരുമെന്നാണ് CJP അറിയിച്ചിരിക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തു. അതിനെല്ലാമുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രസാദിനാണുള്ളത്. അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് ഒഴിയും വരെ ഈ സമരം അവിടെ നടക്കുമെന്നാണ് എക്സിലൂടെ അഭിജിത് ദീപ്കെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല CJP വക്താവായിട്ടുള്ള സൗരവ് ദാസും അത്തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താനാവില്ല, ഈ പ്രതിഷേധം കത്തിപ്പടരുമെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. വെറും വോട്ടുകുത്തി യന്ത്രങ്ങളായി ഇന്ത്യൻ പൗരന്മാരെ മാറ്റുന്ന ഈ സിസ്റ്റത്തിനെതിരെയാണ്, ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയല്ല. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെയല്ല, മറിച്ച് അദ്ദേഹം ഒരു സിംബലാണ്, ഈ സിസ്റ്റത്തിന്റെ ഒരു സിംബലാണ്. അതുകൊണ്ട് സിസ്റ്റത്തിനെതിരായിട്ടാണ് ഈ സമരമെന്ന് അഭിജിത് ദീപ്കയും സൗരവ് ദാസും പറയുമ്പോൾ രാജ്യം ഡൽഹിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. എങ്ങനെയാണ് നാളത്തെ സമരം, ആ സമരത്തെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നേരിടുന്നത്, അല്ലെങ്കിൽ ഡൽഹി പോലീസ് നേരിടുന്നത്? നമുക്കറിയാമല്ലോ, നമുക്ക് ചുറ്റും ഉള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ ജൻസി വിപ്ലവം നടന്നതാണ്. ഏറ്റവും അവസാനം ബംഗ്ലാദേശിലാണ് നടന്നത്. അതിനു മുൻപ് നേപ്പാളിൽ നടന്നു. നേപ്പാളിലെ പാർലമെന്റ് അടക്കം തീയിട്ട കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ശ്രീലങ്കയിൽ നടന്നു. നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ജൻസി വിപ്ലവം നടന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ ഒരു പ്രതിഷേധ സമരത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാ മാർഗരേഖയും ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പോലീസ് ഇടപെടുമ്പോൾ എങ്ങനെയാണ് ഈ CJP പ്രവർത്തകർ പോലീസുകാരോട് പ്രതികരിക്കുക എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര പേർ വരും എന്നതിനെക്കുറിച്ച് നേതൃത്വത്തിനും വലിയ കാര്യമായ പിടിയില്ല. കാരണം ഈ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ പാർട്ടിയാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അംഗത്വം എടുക്കുന്നതും നേരിട്ട് അംഗത്വം എടുക്കുന്നതും നേരിട്ട് പ്രതിഷേധിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമുക്കൊരു കമന്റ് ഇടാം, നമുക്കൊരു അഭിപ്രായം പറയാം. അതുപോലെയല്ല നേരിട്ട് ഡൽഹി ജന്തർ മന്ദറിലേക്ക് എത്തി പ്രതിഷേധിക്കുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നമിരിക്കുന്നത്. എത്ര പേർ വരും, എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം വഴിയിലാണ് അവർ വരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും രഹസ്യാന്വേഷണ ഏജൻസി ഇതിനകം തന്നെ എല്ലാ തരത്തിലുള്ള നടപടികളും അത്തരത്തിലുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ ഡൽഹി പോലീസിന് കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ നടന്ന ഉന്നതതല യോഗം. ഏതായാലും രാജ്യത്തിന്റെ എല്ലാ കണ്ണുകളും ഇന്ന് ഡൽഹിയിലേക്കാണ് എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഏത് തരത്തിലായിരിക്കും ഈ പ്രക്ഷോഭം മുന്നോട്ട് പോവുക എന്നതിനെ സംബന്ധിച്ചും ആശങ്കകൾ ഏറെയാണ്. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.